നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ സന്ധ്യായാമത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി അപ്പനെ ആരാധിപ്പാൻ തന്ന വലിയേറിയ അവസരത്തിനായി സ്തോത്രം. ഭാരങ്ങളുടെയും നൊമ്പരങ്ങളുടെയും ഒരു കാലഘട്ടം ഞങ്ങളെ വിട്ട് കടന്നു പോകുമ്പോൾ അവിടുത്തെ കൃപാസനത്തോടടുത്ത് വരുവാൻ തക്കണം ഞങ്ങൾക്ക് ഒരുക്കി തന്ന വലിയ പദവിക്കായി നന്ദിയോടെ സ്തോത്രം. ഒന്നുമില്ലാത്ത ശൂന്യതകളുടെ നടുവിലൊക്കെ ഞങ്ങളെ പോറ്റുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ലോകമെമ്പാടും നടുക്കത്തിൻ്റെയും ഭീതിയുടെ ഒരു കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഞങ്ങളിവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കരുണയുടെ കരം അവരുടെ മേൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യോടെന്താ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ, അടിയനെ കൃപയിൽ നിർത്തണമേ, മാനവ മഹത്വം അങ്ങെടുക്കണമേ, യേശു ക്രിസ്തുവിൻ്റെ വലിയേറിയ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും മനോഹരമായ സായം സന്ധ്യയിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ സർവകൃപാലുവായ ദൈവം തന്ന വിലയേറിയ അവസരത്തിനായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ ഇതിലേക്ക് ആമേൻ ക്ഷണിച്ച ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള പ്രത്യേക നന്ദിയെ സ്നേഹത്തെയും ഞാൻ അറിയിക്കട്ടെ. ഉയിര് നൽകിയ പ്രാണപ്രിയനെ അടുത്തറിയാൻ നടത്തുന്ന യാത്രകളാണ് നോമ്പ്. ലോകത്തിൻ്റെ രക്ഷകൻ, സാധാരണ മനുഷ്യരുടെ ആശ്വാസവും ശബ്ദവുമായ മനുഷ്യ സ്നേഹിയാണ്. ക്രൂശിലേക്ക് നോക്കുക. എല്ലാ പ്രതീക്ഷകളും തകർന്ന് കണ്ണുനീരിൻ്റെ മഴ ഉള്ളിലൊതുക്കി ചങ്ക് തകർന്നു നിൽക്കുന്ന ഒരമ്മയുണ്ട് അവിടെ. ഒരു മരക്കുരിശ് അവന് വേണ്ടി ഒരുക്കുന്നുണ്ട്. നമുക്ക് എന്തും തുറന്നു പറയുവാൻ കഴിയുന്ന ഒരാളാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ സങ്കടം അത്രയും കേട്ടു തീരുവോളം കാത്തിരിക്കുവാൻ കഴിയുന്ന ഒരേ ഒരുവനുണ്ട്. ജീവിതത്തിലെ നോവുകൾ അത്രയും ഇറക്കി വയ്ക്കുവാൻ കഴിയുന്ന ഏറ്റവും ഭംഗിയുള്ള ഇടമാണ് അവൻ്റെ തണൽ. പിന്നെ എന്തിനാണ് വേദന കൊണ്ട് വീർപ്പ് മുട്ടുന്ന ഒരു ഹൃദയം കൊണ്ട് നടക്കുന്നത്? പ്രിയമുള്ളവരെ, അവൻ പറഞ്ഞു, എൻ്റെ അടുക്കൽ വരിക. അവൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ ഇനിയും പറഞ്ഞു തീരാനുള്ള അത്രയും കാര്യങ്ങൾ പറഞ്ഞു തീർക്കുക. നമുക്ക് എന്തും പറയുവാൻ കഴിയുന്ന ഒരാളാണ് നമ്മുടെ കർത്താവ്. കർത്താവിന് നമ്മെ കേട്ട് ഒരിക്കലും മടുക്കില്ല. മതി, ബാക്കി പിന്നെ ആകാമെന്ന് അവൻ പറയില്ല. നമ്മുടെ സങ്കടം അത്രയും കേട്ട് തീരുവോളം കാത്തിരിക്കാൻ കഴിയുന്ന ഒരുവനുണ്ട്. ജീവിതത്തിലെ നോവുകൾ അത്രയും ഇറക്കി വയ്ക്കുവാൻ കഴിയുന്ന ഏറ്റവും ഭംഗിയുള്ള ഇടം അവിടം തന്നെയാണ്, അവൻ്റെ സന്നിധി. പിന്നെ എന്തിനാണ് വേദന കൊണ്ട് വീർപ്പ് മുട്ടുന്ന ഒരു ഹൃദയം? വരിക, അവൻ്റെ സന്നിധിയിലിരിക്കുക, പറയാനുള്ളത് മുഴുവനും പറയുക. ലോകം മുഴുവൻ യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ സ്മരണയിൽ ആയിരിക്കുമ്പോൾ പ്രാർത്ഥനയിൽ ഒന്നിച്ചു കൂടുവാനും ക്രൂശിൻ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് കുരിശിനെ ധ്യാനിക്കുവാനും ദൈവം നൽകിയ അവസരത്തിനായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പിതാവും ഒരു മകനും ഉണ്ടായിരുന്നു. ആമേൻ. മകൻ്റെ മൂർച്ഛിച്ച രോഗനിമിത്തം എല്ലാ ഡോക്ടർമാരും കൈവിട്ടപ്പോൾ ആമേൻ ഉറക്കമില്ലാത്ത വേദനകൾ നിറഞ്ഞ ആ മകനുമായി അപ്പൻ തനിയെ ജീവിക്കുകയാണ്. ഏറ്റവും ഒടുക്കിൽ ആമേൻ പാലിയേറ്റീവ് കെയർ യൂണിറ്റിലേക്ക് മാറ്റി. അവിടെ കിടക്കുമ്പോൾ ഡോക്ടർ തന്നെ പരിശോധിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ അപ്പന് ആ ഡോക്ടറോട് ചോദിക്കാറുണ്ട്, എൻ്റെ മോന് സുഖമല്ലേ? അപ്പോൾ പറയും, ഞങ്ങൾ വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷേ അവൻ ഉറങ്ങുന്നില്ല. താൻ ഡോക്ടറോട് ഇപ്രകാരം പറഞ്ഞു, അവൻ എന്നും ഉറങ്ങണമെങ്കിൽ എൻ്റെ നെഞ്ചിൽ ചാരിക്കിടന്നാണ് അവൻ ഉറങ്ങുന്നത്. അതുകൊണ്ട് ഡോക്ടർ ഒരു കാര്യം ചെയ്യണം, അവന് ഈ മുറിയുടെ ഈ ഭിത്തിയരികിലാണ് കിടക്കുന്നത്. അവനോടൊരു കാര്യം പറയണം, ഞാൻ പുറത്ത് ചാരി നിൽപ്പുണ്ട്, എൻ്റെ നെഞ്ചിലേക്ക് ചാരിക്കൊള്ളണം. ആ ഭിത്തി മറവാണെങ്കിലും ഈ ചൂടേറ്റ് നീ ഉറങ്ങണമെന്ന് ആ പിതാവ് പറയുന്നു. ഏത് സഹനങ്ങൾക്കും ഉത്തരം നൽകുന്ന ഒരേ ഒരുവൻ ക്രിസ്തു മാത്രം. സഹനങ്ങൾ ഏതുമാകട്ടെ, വേദനകൾ ഏതുമാകട്ടെ, അതിനെ ചേർത്ത് പിടിക്കുവാൻ നമ്മുടെ ക്രിസ്തു കൂടെയുണ്ട്. ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ ചേർത്ത് പിടിക്കുന്ന ഒരു ക്രൂശ്, ആ ക്രിസ്തുവും ക്രൂശിനോട് ചേർന്ന് ഇന്ന് രാത്രിയിൽ നമുക്ക് തണലേകാം. നമ്മൾ വേദഭാഗമായിട്ട് വായിച്ച
മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 36 മുതൽ 46 വരെയുള്ള വാക്യങ്ങളാണല്ലോ ആമേൻ നാം വായിച്ചത്. മനസ്സിൽ ഇടം പിടിച്ചു നിൽക്കുന്ന ഒരു ഭാഗമാണത്. ആമേൻ വേദപുസ്തകത്തിൽ 3 സ്ഥലങ്ങൾ പ്രത്യേകമായിട്ട് ആമേൻ ഒരിക്കലും ഈ കാലഘട്ടത്തിൽ മറക്കുവാൻ സാധ്യമല്ലാത്ത 3 ഇടങ്ങളുണ്ട്. ആമേൻ മനസ്സിൽ ഒരിക്കലും മായാതെ നിൽക്കുന്ന ആമേൻ പേരുകൾ. ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം പാപികളായ നമുക്ക് വേണ്ടി കർത്താവ് സഹിച്ച പീഡകളെ ഹൃദയപൂർവ്വം ധ്യാനിക്കുകയാണ്. ആമേൻ ഈ ദിനങ്ങൾ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളോടും മരണത്തോടും ബന്ധപ്പെട്ട് കിടക്കുന്ന 3 വാക്കുകൾ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 3 സ്ഥല നാമങ്ങളാണവ. 1 ആമേൻ ഗത്സമന, 2 ഗബദ, 3 ഗോൽഗുഥ. ഇന്ന് രാത്രിയിൽ ഗത്സമനെക്കുറിച്ച് അല്പമായി ചിന്തിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അവിടെ വായിക്കുന്നുണ്ട്, അനന്തരം യേശു ശിഷ്യന്മാരുമായി ഗത്സമന തോട്ടത്തിലേക്ക് വരികയാണ്. ഓയിൽ പ്രസ് അഥവാ എണ്ണച്ചക്ക ആമേൻ എന്നാണ് അതിൻ്റെ പേര്. യേശുവിനെ പിശാച് പരീക്ഷിച്ച സ്ഥലമാണത്. സഫറിങ് അറ്റ് ദ ഹാൻഡ്സ് ഓഫ് സാത്താൻ. പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് 40 ദിവസത്തെ കഠിന ഉപവാസം കഴിഞ്ഞ് നിൽക്കുകയാണ്. യേശുവിനെ പിശാച് അതികഠിനമായി പരീക്ഷിക്കും. നമുക്കറിയാം ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 13-ാം വാക്യം. അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറേ കാലത്തേക്ക് വിട്ടുമാറിയവൻ വീണ്ടും എത്തുകയാണ് ഗത്സമനയിൽ. സാത്താൻ്റെ പരീക്ഷണം ഭീകരമാണ്. അല്പസമയം മുമ്പ് ആമേൻ ശിഷ്യന്മാരുമായി മാളികമുറിയിൽ പെസഹ കഴിച്ച യേശു അത്താഴം കഴിഞ്ഞ് സ്തോത്രം പാടിയവൻ യേശുവിൻ്റെ ധൈര്യം കണ്ടപ്പോൾ സാത്താൻ വെറുതെ വിട്ടില്ല. ഗത്സമന എന്ന എണ്ണച്ചക്കിലിട്ട് ആട്ടുകയാണ്. മത്തായി സുവിശേഷം 26-ാം അധ്യായം 37-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഹി ബിഗാൻ ടു ബി ഫിൽഡ് വിത്ത് ആംഗ്വിഷ് ആൻഡ് ഡീപ്പ് ഡിസ്ട്രസ്. ഹല്ലേലൂയ. ഭ്രമിപ്പാനും വ്യാകുലപ്പെടുവാനും തുടങ്ങിയ യേശു കർത്താവ് ഫിൽഡ് വിത്ത് ഹെറർ ആൻഡ് ഡീപ്പ് ഡിസ്ട്രസ്. ആത്മമിത്രങ്ങളോട് പറയുന്നുണ്ട്, എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ താമസിച്ച എന്നോട് കൂടെ ഉണർന്നിരിപ്പീൻ. മൈ സോൾ ഈസ് ക്രഷ്ഡ് വിത്ത് ഗ്രീഫ് ടു ദ പോയിന്റ് ഓഫ് ഡെത്ത്. ധൈര്യശാലിയായി വന്നവനെ ആമേൻ ഭയചിത്തനാക്കി മാറ്റുകയാണ് സാത്താൻ. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നിൽക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം. 3 പ്രാവശ്യം ഗത്സമനയിൽ താൻ പ്രാർത്ഥിക്കുകയാണ്. സന്തോഷത്തോടെ പാട്ടുപാടി ദൈവഹിതം നിറവേറ്റുവാൻ ഇറങ്ങിയവൻ ഗത്സമനയുടെ അനുഭവങ്ങളിൽ ആമേൻ സ്വയദുഃഖത്താൽ നീരിപ്പാട് പോലെ നീറുകയാണ്. ആത്മമിത്രങ്ങളോട് സങ്കടം പങ്കുവെച്ച് കൂടെ ഇരിക്കുവാൻ അഭ്യർത്ഥിക്കുകയാണ്. പിതാവായ ദൈവത്തോട് ഈ പാനപാത്രം മാറ്റിക്കൊടുക്കുവാൻ പ്രാർത്ഥിക്കുകയാണ്. എണ്ണ ചക്കിലിട്ട് ആട്ടുന്നത് പോലെയുള്ള ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, രക്തം പൊടിയുന്ന കഠിനമായ യാതന, ആമേൻ കുടിച്ചിട്ടും തീരാത്ത പാനപാത്രങ്ങൾ ഹല്ലേലൂയ മാറ്റിത്തരാനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവ്, നീ കടന്നു പോകുന്ന നരകയാതനകളെല്ലാം നിനക്ക് മുമ്പേ അനുഭവിച്ച ഒരുവൻ ഹല്ലേലൂയ നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. മലയാള മനോരമയിൽ ഹല്ലേലൂയ പത്തനംതിട്ട എഡിഷനിൽ ഹല്ലേലൂയ ഫോക്കസ് എന്ന സപ്ലിമെൻ്റ് ഒരിക്കൽ വായിക്കുവാനിടയായി. അതിലിങ്ങനെ എഴുതിയൊരു ലേഖനമുണ്ട്, മരക്കുരിശിൻ്റെ മറുവശമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. യേശു കർത്താവിനെ ക്രൂശിക്കുമ്പോൾ മറുവശത്ത് ഒരാൾക്കുള്ള സ്ഥലം ഒഴിച്ചിട്ടാണ് യേശു കർത്താവ് ക്രൂശിതനായത് എന്നവിടെ പറയുന്നു. എബ്രായ ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ഹല്ലേലൂയ ആമേൻ നമ്മളോട് സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ നമുക്ക് വേണ്ടി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്ക് വേണ്ടിയുള്ളത്. പരീക്ഷ ഉണ്ടായാലും പരാജയപ്പെടരുത്. നിന്റെ ഗത്സമനകളിൽ ഞാനും നീയും തകർന്നു പോകരുത്. നിന്റെ ഹൃദയനൊമ്പരങ്ങൾ എന്തു തന്നെയായിരുന്നാലും അവനോട് പറ, അവനത് മനസ്സിലാക്കും. ഗത്സമനകൾ ജീവിതത്തിൻ്റെ അവസാനമല്ല. ദൈവത്തിന് സ്തോത്രം.
എന്താണ് ഗത്സമനിയുടെ സന്ദേശം? ഒന്ന്, ഏറ്റവും ശ്രേഷ്ഠവും ഉത്തമവുമായതിനെ രൂപാന്തരപ്പെടുത്തുന്നതാണ് ഗത്സമന. ഏറ്റവും ശ്രേഷ്ഠവും ഉത്തമമായതിനെ രൂപാന്തരപ്പെടുത്തുന്നതാണ് ഗത്സമന. ഏത് സഹനങ്ങൾക്കും ഉത്തരം നൽകുന്ന ക്രിസ്തുവും ക്രൂശുമുണ്ട്. തൻ്റെ പ്രിയ ശിഷ്യരുമായി പ്രാർത്ഥനിക്കാൻ ഗത്സമനയിൽ പോകുന്ന സമയം കിദ്രോൻ താഴ്വര പിന്നിട്ട് അതിനപ്പുറം ഉള്ള ഗത്സമന. യേശു ശിഷ്യന്മാരുമായി മിക്കവാറും ഗത്സമനയിൽ പോകാറുണ്ട്. ഇത് ഉദ്യാനങ്ങളുടെ നടുവിൽ ചില ഒലിവ് മരങ്ങളും അവിടെ പ്രകടമാണ്. വന്നവരെല്ലാം വന്ന സമയങ്ങളിലെല്ലാം താൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് കടന്നു വന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, കിദ്രോൻ തോട്ടിനരികെ ഒരു തോടുണ്ടായിരുന്നു എന്താ, അത് ഒലിവ് മലയുടെ അടിവാരമാണ്. ആമീൻ. താൻ പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്? നുറുങ്ങിയ ഹൃദയത്തോടെ, മനസ്സ് തകർന്ന് അതീവ ഭാരത്തോടെ യേശു കർത്താവ് ആമീൻ ഗത്സമനയിൽ പ്രാർത്ഥിക്കുകയാണ്. കാൽവറിയിൽ താൻ മരിക്കാൻ പോകുകയാണ്. സകല ലോകത്തിൻ്റെയും പാപങ്ങൾ പേറി ഹല്ലേലൂയ മുൻപിലൊരു പ്രതിസന്ധി ഉള്ളപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ എപ്രകാരമാണ്? നുറുങ്ങിയ ഹൃദയത്തോടെ ആയിരിക്കും. തീവ്രമായ വേദനകൾ അനുഭവിക്കുന്നവരായിരിക്കും. ഏറ്റവും വലിയ വേദനയോടെയാണ് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കാറുള്ളത്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി വരുമ്പോൾ അത് ഒരുപക്ഷെ കഠിന രോഗമാകട്ടെ, മക്കളെ പറ്റിയുള്ള ആകുലതകളായിരിക്കട്ടെ, ഒറ്റപ്പെടലുകളായിരിക്കാം, സാമ്പത്തിക തകർച്ചകളായിരിക്കാം. മുൻപ് നടന്നതുപോലെയല്ല ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കാരണം ശരീരത്തിൻ്റെ എല്ലാ സിരകളിലേക്കും വ്യാപിക്കുന്ന ഒരു പ്രാർത്ഥന ഹൃദയ നുറുക്കത്തോടെയായിരിക്കും ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നത്. ഗത്സമനയിൽ താൻ പറയുന്നു, എൻ്റെ ഹൃദയം വേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. ഹൃദയത്തെ തൊടുന്ന ഒരു പ്രാർത്ഥന, ദ മോസ്റ്റ് ആഗ്നസിങ് പ്രെയർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അതിവേദനയോട് കൂടിയുള്ള പ്രാർത്ഥന. സഹനങ്ങൾ എന്തുമാകട്ടെ, വേദനകൾ എന്തുമാകട്ടെ, അതിനെ ചേർത്ത് പിടിക്കാനുള്ള മനസ്സ് എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. കഴിവ് അത് അറിയുന്ന ഒരു ദൈവം ആമേൻ നമ്മുടെ കൂടെയുണ്ട്. ക്രൂശ് നൽകുന്ന സന്ദേശം അതാണ്. ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ ചേർത്ത് പിടിക്കുന്ന ഒരു ക്രിസ്തു നമുക്ക് വേണ്ടിയുണ്ട്. ആ ക്രൂശിനോട് ചേർന്നിരിപ്പാൻ ആ പങ്കപ്പാടിൽ സ്മരണ ദിനങ്ങളിൽ ഇടയാകട്ടെ. തൻ്റെ പ്രിയ ശിഷ്യരുമായി അവസാന പ്രാർത്ഥനയ്ക്ക് ഗത്സമനയിൽ പോകുകയാണ്. സമവീക്ഷണ സുവിശേഷങ്ങളിൽ ഇത് കൃത്യമായി കുറിച്ച് വെച്ചിട്ടുണ്ട്. യേശു തൻ്റെ അജഗണങ്ങളുടെ അടുക്കൽ താഴ്മയുടെയും വിനയത്തിൻ്റെയും പാഠങ്ങൾ ആവോളം പഠിപ്പിച്ച ശേഷം അവരുടെ കാല് കഴുകി തൂവാല കൊണ്ട് തുവർത്തി ചുംബിച്ചിട്ട് അവരോട് പറയുകയാണ്, നിങ്ങളുടെ ഗുരുവും കർത്താവുമായവൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകി ഇത് ആമേൻ നിങ്ങളും ചെയ്യണം. അന്ത്യത്താഴം കഴിഞ്ഞ് ഹല്ലേലൂയ ആമേൻ കുർബാന സ്ഥാപിച്ചു കഴിഞ്ഞ് 11 ശിഷ്യന്മാരുമായി അവസാനത്തെ പ്രാർത്ഥനയ്ക്കായിട്ട് ഗത്സമനയിൽ കടന്നു വരികയാണ്. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 44-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി മാറി. ഹല്ലേലൂയ. അവൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി മാറി. പിന്നെ അവൻ പ്രാണവേദനയായി ആമേൻ എണ്ണ ചക്കിലിട്ടാട്ടുകയാണ്. അതികഠിനമായ വേദനകളിൽ കൂടി കടന്നു പോകുമ്പോൾ ആമേൻ നമ്മുടെ കണ്ണുകൾ ചുമക്കാറുണ്ട്, മുഖത്തിന് ഭാവവ്യത്യാസം വരാറുണ്ട്, കവിളികളിലും ഫിംഗറുകളിലും രക്തം പൊടിയാറുണ്ട്. ആമേൻ. എന്താണ് പ്രാർത്ഥന? ജീവിതത്തിലെ ഉത്തമമായത് എന്താണെന്നാണ് വചനം പഠിപ്പിക്കുന്നത്? ഒന്ന്, ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക. ആമേൻ. ദൈവത്തിനിണങ്ങിയതുപോലെ ഞാനും നിങ്ങൾ അവന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. ഏത് പ്രതിസന്ധിയും ആമേൻ ദൈവത്തെ അള്ളിപ്പിടിച്ചിരിക്കുന്നതാണ് നമ്മുടെ പ്രാർത്ഥന. കുഞ്ഞേ, ഇന്ന് നേറുന്ന വിഷയവുമായി ദൈവസന്നിധിയിൽ അടുത്തു വരുമ്പോൾ ഹല്ലേലൂയ യോബ് പറയുന്നത് പോലെ അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും. ആ ഭാഗ്യപരമായ പ്രത്യാശയിലാണ് ഒരു ദൈവവൈതൽ നടക്കേണ്ടത്.
എന്തുണ്ട് എന്ത് ഇല്ല എന്നുള്ളതല്ല, ജീവിതത്തെ സമീപിക്കുന്ന രീതിയാണ് പ്രാർത്ഥന. ജീവിതത്തിലെ സഹനങ്ങളെ പുഞ്ചിരിയോടെ നേരിടാൻ ഗത്സമനയിൽ പഠിപ്പിച്ചവനാണ് എൻ്റെ പ്രാണപ്രിയൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിലെ സഹനങ്ങൾ പുഞ്ചിരിയോടെ നേരിടാൻ, പ്രശ്നങ്ങൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ, നെടുവീർപ്പുകൾ വരുമ്പോൾ പുഞ്ചിരിയോടെ നേരിടാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? കഷ്ടങ്ങളിൽ അവനേറ്റവും അടുത്ത തുണയാ. ലോകം മുഴുവൻ മാറിപ്പോയാലും, ലോകക്കാരെല്ലാം നമ്മളെ കൈവിട്ടാലും കൈവിടാത്തൊരു ദൈവം നമുക്ക് ഗത്സമനകളിലുണ്ട്. ഗത്സമനയിലെ ഒലിവ് മരങ്ങൾ, ചില കഥകൾ പറയാറുണ്ട് ക്രിസ്തുവിനെ കുറിച്ച്. ഒത്തിരി വേദന അനുഭവിച്ച ക്രിസ്തു, പക്ഷേ അവൻ്റെ മുഖത്തിന് ഒരു ചൈതന്യമുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഉത്തമമായത് പ്രവർത്തിക്കുന്ന ഒരുവൻ നമ്മുടെ കൂടെയുണ്ട്. അതാണ് പ്രാർത്ഥനയുടെ സന്ദേശം. ക്രിസ്തുവിൻ്റെ ഗത്സമനയോളം ഒന്നുമില്ല. അത് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഗത്സമന എന്ന വാക്ക് ഗദ്ദ ശമനി. ഗത്തെന്ന് പറഞ്ഞാൽ പ്രസ് എന്ന്, ശമനിയും എന്ന് പറഞ്ഞാൽ ഓയിൽ പ്രസ്. എണ്ണ ചക്കിലിട്ടാട്ടുന്ന, എണ്ണയ്ക്ക് വേണ്ടിയിട്ട് തേങ്ങ ചക്കിലിട്ടാട്ടുന്നത് പോലെ ഒലിവ് കായ്കൾ ചക്കിലിട്ടാട്ടുകയാണ്. അത് പ്രസ് ചെയ്യാറുണ്ട് വെയിറ്റ് കൊടുത്ത്. അപ്പോൾ നല്ല ഓയിൽ ആദ്യം വരാറുണ്ട്. അതിന് പറയുന്നത് വെർജിൻ ഓയിൽ. അത് ദേവാലയത്തിലെ ആവശ്യത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നീട് വീണ്ടും പ്രസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ആ ഓയിൽ കുക്കിങ്ങിനായിട്ടും മെഡിസിനായിട്ടും ഉപയോഗിക്കാറുണ്ട്. അവസാനം അത് ഊറ്റിപ്പിഴിഞ്ഞെടുക്കാറുണ്ട്. അത് കോസ്മെറ്റിക് ഐറ്റംസ് ഉണ്ടാക്കുവാനാണ് എടുക്കുന്നത്. ഇതുപോലെ എൻ്റെ തമ്പുരാനെ ചക്കിലിട്ടാട്ടുന്നത് പോലെ അവൻ്റെ വേദനകൾ സർവവും ഹൃദയഭാരം സർവവും പിതാവാം ദൈവത്തോട് പറയുകയാണ്. ഗത്സമനയിൽ ചില ഒലിവ് മരങ്ങൾ നിൽക്കുന്നത് വേദശാസ്ത്ര പഠിതാക്കൾ അഭിപ്രായപ്പെടാറുണ്ട്. അവിടെ ഇലകൾ കാർബൺ ടെസ്റ്റ് നടത്തിയപ്പോൾ 2000 വർഷം പഴക്കമുള്ളതെന്ന് കണ്ടുപിടിക്കുവാൻ സാധിച്ചു. എങ്കിൽ ക്രിസ്തുവിൻ്റെ ഗത്സമന പ്രാർത്ഥനയ്ക്ക് സാക്ഷിയായി നിൽക്കുന്നത് ഒലിവ് മരങ്ങൾ. അവിടെ പോയിട്ടുള്ളവർക്ക് നന്നായിട്ട് അറിയാം. ക്രിസ്തു അനുഭവിച്ച വ്യതകൾ, കണ്ണുനീര്, വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി മാറിയതെല്ലാം നമ്മളോടൊരു സന്ദേശം പറയുന്നുണ്ട്. പ്രാർത്ഥന എന്തെന്ന്, എങ്ങനെ ആയിരിക്കണമെന്ന് ക്രിസ്തുവിൻ്റെ ഗത്സമനയോളം നമ്മളെ പഠിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഏത് നൊമ്പരങ്ങളുടെ നടുവിലായിരുന്നാലും, ഏത് വേദനകളുടെ നടുവിലായിരുന്നാലും ഈ സന്ദേശം ഉൾക്കൊള്ളുന്ന ദൈവമക്കൾക്ക് അനുഗ്രഹമാണ്. 2, ദൈവിക ഇടപെടൽ തിരിച്ചറിഞ്ഞ ഇടമാണ് ഗത്സമന. ക്രിസ്തുവിനോടുകൂടെ ഇപ്പോൾ ആരുമില്ല, എന്നാൽ അത്ഭുതകരമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇഷ്ടം തോന്നുന്ന ബന്ധുക്കൾ ആരുമേ കഷ്ടം വരുമ്പോൾ ഇല്ലെന്ന് നിശ്ചയം എവിടെയോ വായിച്ചിട്ടുണ്ട്. 11 പേരെ കൂട്ടി ഗത്സമനയിൽ പോയ കർത്താവ് 8 പേരെ കവാടത്തിൽ നിർത്തുകയാണ്. 3 പേരെ കൂടി പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയി. ആരൊക്കെയാണ്? പത്രോസ്, സെബദി മക്കളായിട്ടുള്ള യാക്കോബും സന്ധിയിൽ കൂടെ ഇരിക്കുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മുടെ തമ്പുരാന് അവരെ കൂട്ടി പോയത്. ക്രിസ്തുവിനോട് പറഞ്ഞ വാക്കുകളാണ് അവരെ കൂടെ ചേർക്കാൻ കർത്താവിനെ പ്രേരിപ്പിച്ചത്. പത്രോസ് എന്താണ് പറഞ്ഞത്? ആരൊക്കെ ഇടറിയാലും ഞാൻ മാറിപ്പോകില്ല, നിനക്കായി മരിക്കാനും ഞാൻ തയ്യാറാണ്. സബദി മക്കൾ പറഞ്ഞു നീ ആണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ വേദനയുടെ രാത്രിയിൽ ആരും തന്നെ കൂടെ ഇല്ലായിരുന്നു. ചങ്കായിരുന്നെന്ന് പറഞ്ഞവരൊക്കെ മാറിപ്പോയ അവസരങ്ങൾ. ഇവരാണ് ഗത്സമനയിൽ ഇപ്പോൾ കിടന്ന് ഉറങ്ങുന്നത്. മുക്കുവരെന്ന നിലയിൽ രാവും പകലും അധ്വാനിച്ചവരാ. ഉറക്കളിപ്പ് നന്നായിട്ട് അവർക്ക് അറിയാവുന്നവരാ. രാത്രികൾ പകലാക്കുന്നവരാണ്. നിങ്ങളുടെ പ്രതിസന്ധി ഏതുമാകട്ടെ, കൂടെയുണ്ടെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത്രയും വിഷമം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാവില്ല. കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മരിക്കാൻ പോലും നമുക്ക് പേടിയില്ല.
അവരോട് ചോദിക്കുന്ന കർത്താവ് ചോദിക്കുകയാണ്, ഹല്ലേലൂയ, ഒരു നാഴിക ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് സാധ്യമല്ലയോ? ജീവിതത്തിൻ്റെ ഹല്ലേലൂയ നൂലാമാലകളൊക്കെ എന്നെയും നിങ്ങളെയും തകർത്ത് കളയുന്ന ഓർക്കുമ്പോൾ നമ്മളെ സ്നേഹിച്ച പലരും നമ്മളെ ഇട്ടിട്ട് പോകാറുണ്ട്. നമ്മൾ വിചാരിക്കും ചിലതൊക്കെ അവരിൽ നിന്ന് പ്രതീക്ഷിക്കാറുണ്ട്. എന്നാൽ അവരാരുമേ നിന്റെ ഗത്സമനയുടെ കൂടെ ഉണ്ടായിരിക്കില്ല. ആമേൻ. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ആമേൻ, നിന്നോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാനാകുന്നു, ഞാൻ നിന്നെ അന്ത്യം വരെ നടത്തുവാൻ ശക്തനാ. വേർപാട് വന്നപ്പോൾ, ദുഃഖം വന്നപ്പോൾ, നെടുവീർപ്പുകൾ വന്നപ്പോൾ, വൈദ്യശാസ്ത്രമൊക്കെ കൈവിട്ട സ്ഥാനങ്ങളിൽ കുഞ്ഞെ കൈപിടിച്ച ഒരു ദൈവകൃപയില്ലേ? നിന്റെ ഗത്സമനകൾ തമ്പുരാൻ്റെ കരങ്ങളിലായിത്തീരുമ്പോൾ നിന്നെ അവൻ വഴി നടത്തുന്ന ദൈവമാ. അനുഭവിച്ചറിഞ്ഞ ദൈവമക്കൾക്കായി രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ ദൈവം ഇടപെടുന്ന ചില ഇടങ്ങളുണ്ട്. ഒരിക്കൽ ഒരു സൺഡേ സ്കൂൾ ടീച്ചർ ആമേൻ പാഠം പഠിപ്പിക്കുകയാണ്. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും മോറിയായുടെയും ഒക്കെ സംഭവങ്ങൾ വിവരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഹല്ലേലൂയ ആ ഇസഹാക്കിനെ അവിടെ കിടത്തി കാലും കൈയും കെട്ടി കത്തിയോങ്ങുന്ന അബ്രഹാം. ആമേൻ. അപ്പോൾ അബ്രഹാമേ ബാലൻ്റെ മേൽ കൈവെക്കരുതെന്നൊരു ദൈവശബ്ദം കേട്ടു. എവിടുന്നാണ്? ചിറകടിച്ച് വരുന്ന ഒരു മാലാഖ. ഹല്ലേലൂയ. എല്ലാ കുട്ടികളും കൈകൊട്ടി. ആമേൻ. പക്ഷെ ഒരു കുട്ടി മാത്രം കരഞ്ഞു. ആമേൻ. ആ ടീച്ചർ ചോദിച്ചു, നീ എന്താ കരയുക? എല്ലാവർക്കും സന്തോഷമാണല്ലോ. ചിറകടിച്ച് വന്ന ഒരു മാലാഖ അബ്രഹാമിൻ്റെ കരങ്ങളെ തടഞ്ഞു. നിനക്ക് മാത്രം എന്താണ് ദുഃഖം? ഹല്ലേലൂയ. ടീച്ചറെ, ആ മാലാഖ വരാൻ താമസിച്ചാൽ കുഞ്ഞിൻ്റെ കഴുത്തിൽ കത്തി കയറിപ്പോകുന്ന കാഴ്ച ഞാൻ ഓർക്കുകയായിരുന്നെന്ന് അവൻ പറയുകയുണ്ടായി. ഹല്ലേലൂയ. ആ ടീച്ചറിന് ആ കുഞ്ഞിനോട് പറയാനൊന്നുമില്ല. അവസാനം പറഞ്ഞു, മാലാഖമാർ ഒരിക്കലും താമസിക്കത്തില്ല, മാലാഖമാർ ഒരിക്കലും താമസിക്കത്തില്ല. നിനക്ക് വേണ്ടി വരുന്നൊരു മാലാഖ ജീവിതത്തിൻ്റെ ഗത്സമനകളിൽ നിന്നെ കൈപിടിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ നിമിഷം വേദന കൊണ്ട് ഞാനും നിങ്ങളും പുളഞ്ഞ നിമിഷങ്ങളില്ലേ? ആമേൻ. തരാമെന്ന് പറഞ്ഞവര് വാക്ക് മാറിപ്പോയില്ലേ? കൂടെ നിന്ന് പ്രാർത്ഥിച്ചവര് ആമേൻ പുറംതിരിച്ച് മാറിപ്പോയില്ലേ? നിന്റെ ഗത്സമനകളില് ഹല്ലേലൂയ മാലാഖ ചിറകടിച്ച് വന്ന് നിന്നെ കൈപിടിച്ച് നടത്തും. ഹല്ലേലൂയ. ജീവിതത്തിലെ സഹനങ്ങൾ പുഞ്ചിരിയോടെ നേരിടാൻ പഠിപ്പിച്ച ഒരുവൻ കൂടെ ഉണ്ടെങ്കിൽ നീ പേടിക്കണ്ട, അവൻ്റെ കരങ്ങളിൽ ഞാൻ നിങ്ങൾ സുരക്ഷിതരാണ്. ആമേൻ. ഹല്ലേലൂയ. പ്രഗത്ഭനായിട്ടുള്ള കാർഡിയാക് സർജനായിരുന്നല്ലോ ശൈലേഷ് മേത്ത. എല്ലാ ഡോക്ടർമാരും തള്ളിക്കളയുന്ന കേസ് മാത്രമേ അദ്ദേഹം കൈകാര്യം ചെയ്യൂ. കോംപ്ലിക്കേറ്റഡ് കേസസ് മാത്രം. 6 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഒരു തരത്തിലും ഓപ്പറേഷൻ നടക്കില്ലെന്ന് തൻ്റെ കൂടെയുള്ള ഡോക്ടേഴ്സ് വിധി എഴുതി. അവസാനം അപ്പനും അമ്മയ്ക്കും ആഗ്രഹം, ആമേൻ, എന്തു സംഭവിച്ചാലും തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റുമോ ഡോക്ടർ എന്ന് പറഞ്ഞ ഈ ഡോക്ടറുടെ മുന്നിൽ കൈകൂപ്പിയാണ്. ഡോക്ടർ പറഞ്ഞു, എന്താ എഴുതി വെച്ച്? ഹല്ലേലൂയ. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി ആ കുഞ്ഞിനെ ബെഡിൽ കിടത്തിയിരിക്കുക, പുഞ്ചിരിച്ചു കൊണ്ട് കിടക്കുന്ന ഒരു കുഞ്ഞ്. ഹല്ലേലൂയ. ഡോക്ടർ പറഞ്ഞു, മോനെ നീ പേടിക്കണ്ട, ഞാൻ നിൻ്റെ അടുക്കലുണ്ട്. ഹല്ലേലൂയ. അങ്കിളെ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ബൈപ്പാസ് സർജറിയാണോ എനിക്ക് വേണ്ടി ചെയ്യുന്നത്? അതെ. ഹല്ലേലൂയ. നീ അതൊന്നും അറിയണ്ട, എല്ലാ കാര്യം ഞാൻ നടത്തി തരാം. ആമേൻ. നെഞ്ചിലും ആമേൻ തലയിലും തലോടിക്കൊണ്ട് ആ ഡോക്ടർ മറുപടി പറഞ്ഞു. ഓപ്പൺ ഹാർട്ട് സർജറി നടക്കുമ്പോൾ ഹല്ലേലൂയ ഡോക്ടർ ഒരു കാര്യം ചെയ്യണം. എനിക്ക് ഡോക്ടറോട് ഒരു കാര്യം പറയാനുണ്ട്. ആ സർജറി നടക്കുമ്പോൾ ഹല്ലേലൂയ എൻ്റെ അമ്മ കൊച്ചിലേ മുതലേ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആമേൻ, എൻ്റെ ഹൃദയത്തിൻ്റെ അകത്താണ് ദൈവമെന്ന് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സർജറി ചെയ്യുമ്പോൾ ആമേൻ ഹൃദയത്തിൻ്റെ അകത്ത് ആ ദൈവം ഇരിപ്പുണ്ടെങ്കിൽ ആ ദൈവത്തിന് എന്തെങ്കിലും എന്നോട് പറയാൻ കാണും. ആ ദൈവം പറയുന്നത് എന്നോട് ഡോക്ടർ ഇറങ്ങി വരുമ്പോൾ ഒന്ന് പറയണം. ഹല്ലേലൂയ. അദ്ദേഹം ആമേൻ സർജറി, ആമേൻ 4.5 മണിക്കൂർ നീണ്ടു നിന്ന സർജറി. അല്പസമയം കഴിഞ്ഞപ്പോൾ ആമേൻ കൂടെയുള്ള ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു, ആ വാൽവിൽ ഹല്ലേലൂയ ബ്ലഡ് പമ്പ് ചെയ്യുന്നില്ല, ആ കുഞ്ഞിനെ രക്ഷിക്കുവാൻ സാധ്യമല്ല. ഡോക്ടർ നിരാശനായി
അത് കുത്തിക്കെട്ടിക്കോളാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചെവികളിൽ ആമേൻ ആ കുഞ്ഞിൻ്റെ വാക്കുകളാണ്, ഡോക്ടറെ ഹല്ലേലൂയ, ദൈവത്തെ കണ്ടെങ്കിൽ, ദൈവം എന്തെങ്കിലും ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരുമ്പോൾ എന്നോട് പറയണം. ഹല്ലേലൂയ. അദ്ദേഹം ആമേൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, ആമേൻ ആ രക്തം പുരണ്ട ആ കൈകൾ ആമേൻ കൂപ്പിപ്പിടിച്ചു. ആ കുഞ്ഞിന് വേണ്ടി 1 മിനിറ്റ് പ്രാർത്ഥിക്കാനായിട്ട് അദ്ദേഹം സമയം ചെലവഴിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ ഏതാനും മിനിറ്റുകൾ കൊണ്ട് ഹല്ലേലൂയ ആ കുഞ്ഞിൻ്റെ പമ്പിങ് നേരെയായി. ദൈവത്തിന് സ്തോത്രം. ആരും അറിയാതെ നിന്റെ പ്രതിസന്ധിയിൽ, നിന്റെ ഹല്ലേലൂയ ആമേൻ നിന്റെ ഗത്സമനകളിൽ ചിറകടിച്ച് പറന്നു വരുന്ന ഒരു മാലാഖ ഓപ്പറേഷൻ തിയേറ്ററിലുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിരീശ്വരവാദിയായിരുന്ന മനുഷ്യൻ ഈശ്വരനെ അറിയുവാനിടയായി. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ പരാജയം വരാം, എന്നാൽ ചിറകടിച്ചു വരുന്ന ഒരു മാലാഖ നിനക്ക് വേണ്ടിയുണ്ട്. When God is going to do something wonderfully, He begins with impossibility. ദൈവം ഇതിലെ ഓർത്തുകൊള്ളണം, അവൻ കൈവിടാത്ത ദൈവമാണ്. 3, കരുത്തോടെ ജീവിതത്തെ ഇടപെടാൻ ബലം തരുന്ന ഇടമാണ് ഗത്സമന. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 46-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എഴുന്നേൽപ്പീൻ, നാം പോകാം. കരുത്തോടെ ജീവിതത്തെ ഇടപെടാൻ ബലം തരുന്ന ഇടമാണ്. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ 3 പ്രാവശ്യം മാമേൻ മുട്ടുകുത്തി പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ കരുത്തോടെ ജീവിതത്തിൻ്റെ സഹനങ്ങളെ നേരിടുവാൻ തമ്പുരാന് ദൈവം ബലം കൊടുത്തു. തകർന്ന മനസ്സോടെ നിന്ന ക്രിസ്തു ഗത്സമന കഴിഞ്ഞപ്പോൾ കരുത്തോടെ നിന്നു. ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളിൽ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ അത്ഭുതകരമായി ഇടപെടുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. മരണത്തെ കരുത്തോടെ നേരിട്ടവൻ, നമ്മുടെ നൊമ്പരങ്ങളിൽ അത്ഭുതകരമായി നടത്തുന്നവൻ, തകർന്ന ഹൃദയത്തോടെ, നുറുങ്ങിയ ഹൃദയത്തോടെ, അനുഭവത്തോടെ ആയിരുന്ന ക്രിസ്തു ഹല്ലേലൂയ കരുത്തോടെ ചോദിക്കുകയാണ്, സ്നേഹിത, നീ വന്ന കാര്യം എന്തായി? എന്താണ്? ഗത്സമനകളും പ്രാർത്ഥനകളും എന്തു വന്നാലും കരുത്തോടെ നയിപ്പിക്കും. ഹല്ലേലൂയ. ഒരു പ്രദീപ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് വിവാഹിതനായി, പക്ഷേ ഹല്ലേലൂയ അധികം താമസിക്കാതെയാണ് അറിഞ്ഞത് ആമേൻ അവൾക്ക് മാനസിക രോഗമുണ്ടെന്ന്. സകലരും പറഞ്ഞു അവളെ ഉപേക്ഷിക്കാൻ. ഹല്ലേലൂയ. പ്രദീപ് ഇങ്ങനെ പറഞ്ഞു, ആമേൻ ഇത് ദൈവം തന്നതാണ്, വഹിക്കും. എന്നിലൂടെ അവൾക്ക് ഒരു ജീവിതം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, അല്ലെങ്കിൽ ഞാനൊന്ന് ക്രമപ്പെടുത്താൻ എൻ്റെ ദൈവമാക്കിയതാ. അത് ചെയ്തില്ലെങ്കിൽ എങ്ങനെ എന്നെ ഒരു മനുഷ്യനെന്ന സഹനങ്ങളെ പുഞ്ചിരിയോടെ നേരിടാൻ ആമേൻ നമ്മെ പഠിപ്പിച്ച ഒരു ക്രിസ്തു നമ്മുടെ വേദനകളിൽ, നമ്മുടെ ആമേൻ നൊമ്പരങ്ങളിൽ കൈവിടാതെ ഇതുവരെയും വഴി നടത്തിയവൻ. ഹല്ലേലൂയ. കലങ്ങി നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരും ഹൃദയം പൊട്ടുന്ന വേദനയും ബാക്കിയാകുന്ന ഒരു ഗത്സമന ഏതൊരാളും ഫേസ് ചെയ്യണം. ഏകാന്തതയുടെ ആമേൻ നീർച്ചയുള്ള സകല മനുഷ്യരും സ്നേഹചുംബനങ്ങളില്ലാത്ത ഇരുട്ട് നിറഞ്ഞ ഒരൊറ്റയടി പാതയാണ്. അവശേഷിക്കുന്ന വേദനയുടെ കയ്പ് നീര് കുടിച്ച് ഇരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. നിറഞ്ഞൊഴുകുന്ന മെഴിനീരും ഹൃദയം പൊട്ടുന്ന വേദനയും ബാക്കിയാകുന്ന ഒരു ഗത്സമനകൾ ആമേൻ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം. അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആരെയും കണ്ടെത്തുവാൻ ഇടമില്ല. എന്നാൽ നമ്മെ ഉപേക്ഷിക്കുവാൻ മനസ്സില്ലാത്ത ഒരു ദൈവം സ്വർഗത്തിൽ നിന്ന് കൂട്ടിരിക്കാൻ, ആമേൻ ധൈര്യപ്പെടുത്തുവാൻ, സാരമില്ലെന്ന് പറഞ്ഞ് ശിരസിൽ തലോടുന്നവൻ, ആശ്ലേഷണങ്ങളുടെ ചൂട് പകരാൻ ഒരു മാലാഖ് എന്നവനാ. ഈ നോമ്പ് ദിവസങ്ങളിലെ അനുഗ്രഹീത ധ്യാനങ്ങൾ ആത്മപ്രചോദനത്തിലൂടെ ആത്മസമർപ്പണത്തിനും ആമേൻ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിന് ഉത്തേജനം പകരുന്നതുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറുരൂപ മലയിലെ അപൂർവ കൂടിക്കാഴ്ച മൂലം കൈവന്ന ആത്മധൈര്യവും പ്രശാന്തതയും യെരുശലേമിലെ ഹല്ലേലൂയ വേദന നിറഞ്ഞ ക്രൂശ് മരണത്തെ പുഞ്ചിരിയോടെ അഭിമുഖീകരിക്കുന്നതിന് സഹായകമായെങ്കിൽ ഈ ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. മരണഭാസങ്ങൾ ചുറ്റുന്ന സ്ഥാനത്ത് പാതാളവേദനകൾ പിടിച്ച് കഷ്ടവും സങ്കടവും ഞെരുക്കവും അനുഭവിക്കുമ്പോൾ നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഒരു നിമിഷം നമ്മളെ തന്നെ ദൈവകരങ്ങളിലൊന്ന് ഏൽപ്പിച്ചാൽ പ്രാർത്ഥിക്കുമോ? കർത്താവേ, ജീവിതത്തിൻ്റെ ഗത്സമനകൾ മുന്നിൽ വരുമ്പോൾ ഹല്ലേലൂയ പലരും കണ്ണും കാണാതെയും പോകുന്നവരാ, ആരും തുണയില്ല എന്ന് ചിന്തിക്കുന്ന ഹല്ലേലൂയ നിമിഷങ്ങളുണ്ട്.
ദുഃഖങ്ങൾ, നെടുവീർപ്പുകൾ, ഹാലലിയ വേദനകളും ഒക്കെ വരുമ്പോൾ അപ്പാ നീ എന്നെ കൈവിടല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലി ഈ നോമ്പ് ദിവസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിനെ കേൾക്കുന്ന വചനങ്ങൾ അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്തത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ.